ഇപ്പോൾ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പ് അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഔസേപ്പ് അച്ഛൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കുടുംബം. അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അദ്ദേഹം ലോകം കണ്ട ഒരു ഏറ്റവും വലിയ തബലിസ്റ്റുകളിൽ അല്ലെങ്കിൽ തബലിസ്റ്റ് ഒരാളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എനിക്ക്. അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാമിനൊന്നും വായിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ റെക്കോർഡിംഗ് വായിച്ച ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിന് അദ്ദേഹം വന്നു. അദ്ദേഹമാണ് വായിക്കുന്നത്, തബല വായിക്കുന്നത്. വയലിനില് കുന്നുകുടി വൈദ്യനാഥൻ, ഓർക്കസ്ട്ര വിഭാഗത്തിൽ വയലിനിൽ ഞാനുണ്ട്, പിന്നെ കീബോർഡ് AR റഹ്മാൻ. ഇങ്ങനൊരു ഫ്യൂഷൻ ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് മറ്റെല്ലാ റെക്കോർഡിംഗ് കഴിഞ്ഞു. ലാസ്റ്റ് തബല ചേർക്കാനായിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുന്നു. ഇദ്ദേഹം തബല വായിച്ചു തുടങ്ങുന്നു. ഹെഡ്ഫോൺ വെച്ച് വായിക്കുമ്പോൾ ക്ലിക്ക് വേണം. കാലപ്രമാണം കിട്ടാൻ വേണ്ടി ക്ലിക്ക് ഇട്ടിട്ട് വായിക്കുന്ന ഒരു പതിവാണ് എല്ലാവർക്കും. ക്ലിക്കില്ലാതെ വായിക്കാൻ പറ്റില്ല, കാരണം കാലപ്രമാണം തെറ്റിപ്പോകും. ആ സമയത്ത് ഇദ്ദേഹം ഈ ഉള്ളിലിരിക്കുന്ന അന്നത്തെ പ്രസിദ്ധനായ സൗണ്ട് എഞ്ചിനീയർ ശ്രീധർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം പറഞ്ഞു, ക്ലിക്ക് ലീക്കേജ് വരുന്നു. അതായത് തബല വായിക്കുന്നതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഹെഡ്ഫോണിൽ വരുന്ന ക്ലിക്കിന്റെ ശബ്ദം ലീക്ക് വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ വഴിക്ക് അദ്ദേഹം പറഞ്ഞൊരൊറ്റ വാക്ക് ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചതാണ്: ക്ലിക്ക് ഓഫ് ചെയ്തോളൂ എന്ന്. ക്ലിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഷീന് മാത്രമേ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇനി ഒരു മെഷീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലിക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം വായിച്ചപ്പോൾ മെഷീൻ പോലും തോറ്റു പോകുന്ന രീതിയിൽ പെർഫെക്റ്റ് കാലപ്രമാണത്തിലാണ് അദ്ദേഹം വായിച്ച് അവസാനിപ്പിച്ചത് ആ റെക്കോർഡിങ്. അപ്പൊ ഇതന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു, ഇങ്ങനെ സാധിച്ചു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ വായന, ഇന്ത്യയിൽ നമ്മുടെ തബലയുടെ സംസ്കാരം ഫോറിൻ കൺട്രീസിലൊക്കെ എത്തിച്ച ഒരു മഹാനായ തബലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. വേർപെട്ടതിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തണം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രീ ഔസേപ്പ് അച്ഛൻ, താങ്കളിപ്പോ പറഞ്ഞതിൽ ഏറ്റവും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഏത് സാഹചര്യത്തിലും അദ്ദേഹം വായിക്കുമെന്നുള്ളതാണ്. തബലയുമായി അത്രയധികം അടുത്ത് ബന്ധമുള്ള ഒരാളാണല്ലോ. അപ്പോ ഈ അദ്ദേഹം വായിക്കുമ്പോ അതെ മകളെ, തബലയേക്കാൾ അദ്ദേഹത്തിന്റെ റിഥം, അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള അദ്ദേഹത്തിന്റെ ബോഡിയിലുള്ള റിഥത്തിന്റെ പെർഫെക്ഷനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുത്തർക്കും നമ്മുടെ ശരീരത്തിലാണ് റിഥം വരുന്നത്, അറിയോ? നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പ്രഷർ വ്യത്യാസം, ബ്ലഡ് ഫ്ലോ അനുസരിച്ചിട്ട് ഈ റിഥത്തിനൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ അദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അത് വളരെ അപൂർവമായിട്ടുള്ള സിദ്ധികളിൽ ഒന്നായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഔസേപ്പ് അച്ഛൻ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും